കുഞ്ഞു ഓർഡേഴ്സ് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രം കോട്ട് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഓർഡേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് കേക്ക് നമ്മൾ ഡെക്കറേഷനിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് കേക്ക് വന്നിട്ട് 1 kg വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ കസ്റ്റമർ ഒരു സ്പൈഡർമാൻ തീമാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. നമ്മൾ ആ വാളിൽ ആ ഒരു എന്താ പറയുക ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറില്ലേ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദെൻ ടോപ്പിലായിട്ട് നമ്മളുടെ ആ സ്പൈഡർമാൻ അവിടെ ജസ്റ്റ് ഇരിക്കുന്ന പോലത്തെ പ്രിൻ്റാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അത് സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ റെഫറൻസിനായിട്ടൊരു പിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓക്കെ ആയതുകൊണ്ടാണ് ആ ഒരു ഡിസൈനിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് അതിൻ്റെ ഒരു വെബ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം സ്പൈഡർമാന് ഒന്ന് ജസ്റ്റ് സിറ്റ് ചെയ്തിട്ട് ആ ഒരു വെബ് ഇതാക്കുന്ന പോലെയാണ് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെബ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് സെറ്റാക്കുന്നത് കേട്ടോ. അങ്ങനെ അതും ഓൾമോസ്റ്റ് ഈ ഒരു കസ്റ്റമർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ ഓഫീസിലുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് അങ്ങനെ സെറ്റ് ചെയ്തോളാനാണ്. അങ്ങനെ വലിയ ഡിമാൻഡ്സും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഒരു കാർട്ടൂണിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബൽവീറോ അങ്ങനെ എന്തോ. അപ്പോൾ അത് നമുക്ക് പ്രിൻറ്റിൽ തീരും സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ സ്പൈഡർമാനിലേക്ക് പോയത്. ദെൻ നമ്മൾ അതിൻ്റെത് ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ ഒരു റൈറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ മോൻ്റെ നെയിമും കൂടെ പറഞ്ഞിട്ട് ഇതും കൂടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും കൂടെ സെറ്റ് ചെയ്തു. ദെൻ ബിൽഡിങ്ങിൻ്റെതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ്, വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടൻ്റെ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ട് അവരവിടെ നിന്ന് കളക്ട് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നുള്ളൊരു കേക്ക് എന്ന് പറയാൻ 1.5 kg വരുന്ന ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. ഓർഡർ നമുക്ക് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടൻ തന്ന ഓർഡറായിരുന്നു. ആൾ ഗൾഫിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക കേക്കിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ആളിതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 4 വർഷമായി സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇപ്പോഴും അറിയാത്ത കുറേ പേര് വീട്ടിൻ്റെ അടുത്തുണ്ട്. എന്നാലും കുറേ പേര് അറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് വളരെ വളരെ സന്തോഷം. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞത് ഒരു 1.5 kg വരുന്ന ബട്ടർ സ്കോച്ച് ഫ്ലേവറിലായിരുന്നു. അപ്പോൾ അവരുടെ ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് കേക്ക് സെറ്റാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസൈനും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നായിരുന്നു കേട്ടോ ചെറിയൊരു ഓർഡർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളെടുത്തുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു കേക്കാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവർ ഡിസൈനൊന്നും പറയാത്ത സ്ഥിതിക്ക് എന്തായാലും എങ്ങനെയാണേലും ചെയ്താൽ മതി എന്നുള്ളതിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓർഡർ നമ്മൾ സിമ്പിളാക്കി കൊടുക്കുന്നത് മോശമല്ലേ. അപ്പം അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്തൊരു ഡിസൈൻ ആക്കിയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സെയിം കളേഴ്സുള്ള 2 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, 2 ടൈപ്പ് ഫ്ലവർ. അങ്ങനെ അത് നമ്മൾ ടോപ്പും ബോട്ടത്തിലും സെറ്റാക്കി എടുത്തു. പിന്നെ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ട് അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തില്ല. ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ അതിൻ്റെ ലുക്ക് ഫൈനൽ സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഫ്ലവർ എന്തോ എനിക്ക് അവിടെ നിന്നിട്ട് ഇഷ്ടമായില്ല. അങ്ങനെ ഞാൻ താഴേക്കും മുകളിലേക്കാക്കി മാറ്റി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ഉണ്ടെന്ന് ജസ്റ്റ് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ.